ഹലോ ഫ്രണ്ട്സ്, കറണ്ട് അഫയേഴ്സിന്റെ ഒരു മോക്ക് ടെസ്റ്റിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സിന്റെ മോഡൽ ക്വസ്റ്റ്യൻസ് അഥവാ മോക്ക് ടെസ്റ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോവാം. ആദ്യത്തെ ചോദ്യം, ചന്ദ്രയാൻ 5 അഥവാ ചന്ദ്രയാൻ 5 ദൗത്യത്തിൽ ഇന്ത്യയുടെ പങ്കാളി രാജ്യം ഏതാണ്? അപ്പൊ എന്താണ് ചന്ദ്രയാൻ 5 ദൗത്യത്തിൽ ഇന്ത്യയുടെ പങ്കാളി രാജ്യം ഏതാണ്? ആൻസർ ജപ്പാൻ ആണ് കേട്ടോ, പഠിച്ചു വെക്കണം. ചന്ദ്രയാൻ 5ന്റെ ദൗത്യത്തിലെ നമ്മുടെ ഇന്ത്യയുടെ പങ്കാളി രാജ്യം ഏതാണ്? ജപ്പാൻ ആണ് കേട്ടോ, ജപ്പാൻ. ഇനി രണ്ടാമത്തെ ചോദ്യം, 2026 ഫെബ്രുവരിയിൽ പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായി പുതിയ ചീറ്റകളെ ഇന്ത്യയിലെത്തിച്ചത് ഏത് രാജ്യത്ത് നിന്നാണെന്നാണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. 2026 ഫെബ്രുവരിയിൽ പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായി പുതിയ ചീറ്റകളെ ഇന്ത്യയിൽ എത്തിച്ചത് ഏത് രാജ്യത്ത് നിന്നാണ്? ഏത് രാജ്യമാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ബോട്സ്വാനയിൽ നിന്നാണ് കേട്ടോ, പഠിച്ചു വെക്കണം. ബോട്സ്വാനയിൽ നിന്നാണ് 2026 ഫെബ്രുവരിയിൽ പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായി പുതിയ ചീറ്റകളെ ഇന്ത്യയിൽ എത്തിച്ചത് കേട്ടോ, ബോട്സ്വാനയിൽ നിന്നാണ്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യ സെമി കണ്ടക്ടർ ATMP പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? അപ്പൊ ഇന്ത്യയിലെ ആദ്യ സെമി കണ്ടക്ടർ ATMP പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? സാനദ്, ഗുജറാത്ത് ആണ് കേട്ടോ. ആൻസർ സാനദ്, ഗുജറാത്ത് ആണ് കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. ഇന്ത്യയിലെ ആദ്യ സെമി കണ്ടക്ടർ ATMP പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? സാനദ്, ഗുജറാത്ത് ആണ്. നാലാമത്തെ ചോദ്യം, ഗഗൻയാൻ ദൗത്യത്തിനായി ഇന്ത്യ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് ഏത് രാജ്യത്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം കേട്ടോ, പഠിച്ചു വെക്കണം. ഗഗൻയാൻ ദൗത്യത്തിനായി ഇന്ത്യ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് ഏത് രാജ്യത്താണ്? ആൻസർ ഓപ്ഷൻ ബി, ഓസ്ട്രേലിയയിലാണ് കേട്ടോ, പഠിച്ചു വെക്കണം. ഓസ്ട്രേലിയയാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഗഗൻയാൻ ദൗത്യത്തിനായി ഇന്ത്യ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് ഏത് രാജ്യത്താണ്? ഓസ്ട്രേലിയ, മറക്കരുത്, ഓസ്ട്രേലിയ. അടുത്ത ചോദ്യം, 2025-26 രഞ്ജി ട്രോഫി ജേതാക്കൾ ആരാണ്? അതായത് 2025-26 സീസണിലെ രഞ്ജി ട്രോഫിയുടെ ജേതാക്കൾ ആരാണ്? നമ്മൾ പഠിച്ചാണ് രഞ്ജി ട്രോഫിയുടെ ജേതാക്കൾ ആരാണ്? ജമ്മു ആൻഡ് കാശ്മീർ ആണ് കേട്ടോ, ഓപ്ഷൻ സി, ജമ്മു ആൻഡ് കാശ്മീർ ആണ്. നമുക്ക് പഠിച്ചതാണ് നമ്മൾ, ജമ്മു ആൻഡ് കാശ്മീർ ആണ് 2025-26 സീസണിലെ രഞ്ജി ട്രോഫിയുടെ ജേതാക്കൾ ജമ്മു ആൻഡ് കാശ്മീർ ആണ്. അതോടൊപ്പം തന്നെ ജമ്മു ആൻഡ് കാശ്മീരിന്റെ പ്രഥമ രഞ്ജി ട്രോഫി കിരീടമായിരുന്നു അടുത്തിടെ നേടിയത്, അതുകൂടെ അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ചോദ്യം, സുച്വിക പോർട്ടൽ ആരംഭിച്ചത് ഏത് വകുപ്പാണ്? സുച്വിക പോർട്ടൽ ആണ്. സുച്വിക പോർട്ടൽ ആരംഭിച്ചത് ഏത് വകുപ്പാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഓപ്ഷൻ ബി, ബയോടെക്നോളജി വകുപ്പാണ് കേട്ടോ, പഠിച്ചു വെക്കണം. സുച്വിക പോർട്ടൽ ആരംഭിച്ചത് ഏത് വകുപ്പാണ്? ബയോടെക്നോളജി വകുപ്പാണ്. ഇന്ത്യയുടെ ആദ്യ സ്റ്റേറ്റ് ഇന്നവേഷൻ മിഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? പരീക്ഷയ്ക്ക് ചോദ്യം പ്രതീക്ഷിക്കാമേ. ഇന്ത്യയുടെ ആദ്യ സ്റ്റേറ്റ് ഇന്നവേഷൻ മിഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ത്രിപുരയാണ് കേട്ടോ, പഠിച്ചു വെക്കണം. ഓപ്ഷൻ ബി, ത്രിപുരയാണ്. ഇപ്പൊ കേരളം എന്നൊക്കെ ഓപ്ഷൻ കാണുമ്പോൾ കറപ്പിക്കാൻ തോന്നും, പക്ഷെ ആൻസർ ത്രിപുരയാണ് കേട്ടോ, ഇപ്പോഴേ പഠിച്ചു പോകണം. ഇന്ത്യയുടെ ആദ്യ സ്റ്റേറ്റ് ഇന്നവേഷൻ മിഷൻ ആരംഭിച്ച സംസ്ഥാനം ത്രിപുര. ഇനി എട്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. വിക്കോസാറ്റ് 1 വികസിപ്പിച്ച വിദ്യാർത്ഥികൾ ഏത് സംസ്ഥാനത്തുള്ളവരാണ്? എന്താണ്? വിക്കോസാറ്റ് 1 വികസിപ്പിച്ച വിദ്യാർത്ഥികൾ ഏത് സംസ്ഥാനത്തുള്ളവരാണ്? ആൻസർ തമിഴ്നാടാണ് കേട്ടോ, തമിഴ്നാടാണ്, പഠിച്ചു വെക്കണം. വിക്കോസാറ്റ് വികസിപ്പിച്ച വിദ്യാർത്ഥികൾ ഏത് സംസ്ഥാനത്തുള്ളവരാണ്? തമിഴ്നാട് സംസ്ഥാനത്തുള്ളവരെയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഗിന്നസ് റെക്കോർഡ് നേടിയ 2.5 ലക്ഷം മരങ്ങൾ 1 മണിക്കൂറിൽ നട്ടുപിടിപ്പിച്ച നഗരം ഏതാണ്? എന്താണ്? ഗിന്നസ് റെക്കോർഡ് കേട്ടോ, ഗിന്നസ് റെക്കോർഡ് നേടിയ 2.5 ലക്ഷം മരങ്ങൾ 1 മണിക്കൂറിൽ നട്ടുപിടിപ്പിച്ച നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, വാരണാസിയാണ് കേട്ടോ, വാരണാസി. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ നടക്കുന്ന ഫ്രോസൺ ലേക്ക് ഹാഫ് മാരത്തോൺ ഏത് തടാകത്തിലാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ നടക്കുന്ന ഫ്രോസൺ ലേക്ക് ഹാഫ് മാരത്തോൺ ഏത് തടാകത്തിലാണ് നടക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പാങ്കോങ് തടാകത്തിലാണ് നടക്കുന്നത്, പഠിച്ചു വെക്കണം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ നടക്കുന്ന ഫ്രോസൺ ലേക്ക് ഹാഫ് മാരത്തോൺ ഏത് തടാകത്തിലാണ് നടക്കുന്നത്? പാങ്കോങ് തടാകത്തിലാണ് നടക്കുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം.
അടുത്ത ചോദ്യം, കേര പദ്ധതി ഏത് മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കേര പദ്ധതി ഏത് മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? കേര എന്ന് പേര് കേൾക്കുമ്പോഴേ നമുക്ക് അറിയാവുന്നതാണ് കേരം. കേരം തെങ്ങും കേരള നാട് കേട്ടിട്ടില്ലേ? കേരം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ തെങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെടത്തില്ല, അത് വെച്ച് കണക്ട് ചെയ്തോണം. കാർഷിക വികസനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പഠിച്ചു വെക്കണേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ പഠിച്ചു വെക്കണം. എന്താണ് കേര പദ്ധതി? കേര പദ്ധതി ഏത് മേഖലയുമായാണ് ബന്ധപ്പെട്ടതാണ്? കാർഷിക മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടത്. അടുത്ത ചോദ്യം, ഗജാസ്ത്രം എന്തുമായി ബന്ധപ്പെട്ടയാണ്? ഗജാസ്ത്രം എന്തുമായി ബന്ധപ്പെട്ടയാണ്? ആ ഗജം എന്താണ്? ആനയുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? ഇപ്പം നമുക്കറിയാം അടുത്തിടെ ആനയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലോ. ആന നാട്ടിൻ പ്രദേശത്തൊക്കെ ഇറങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടെ. അപ്പോൾ പഠിച്ചു വെക്കണം. വന്യമൃഗങ്ങളെ മയക്കുവെടി വെക്കുന്ന ഡ്രോൺ ആണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. ഗജാസ്ത്രം എന്താണ്? വന്യമൃഗങ്ങളെ മയക്കുവെടി വെക്കുന്ന ഡ്രോൺ ആണ് ഗജാസ്ത്രം. അടുത്ത ചോദ്യം, കൈറ്റ് പുറത്തിറക്കിയ ചോദ്യപേപ്പർ സുരക്ഷാ ആപ്ലിക്കേഷൻ ഏതാണ്? എന്താണ് കൈറ്റ് കേട്ടോ, വിക്ടേഴ്സിന്റെ കൈറ്റ് ആണ്. കൈറ്റ് പുറത്തിറക്കിയ ചോദ്യപേപ്പർ സുരക്ഷാ ആപ്ലിക്കേഷൻ ആപ്പ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? കൈറ്റ് ക്യൂ ട്രാക്ക് ആണ് കേട്ടോ. പഠിക്കാൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ട്രാക്ക്. ക്യൂ മീൻസ് എന്താണ്? ക്വസ്റ്റ്യൻ അല്ലേ, ക്വസ്റ്റ്യൻ ട്രാക്ക് കേട്ടോ. കൈറ്റ് ക്യൂ ട്രാക്ക്. അപ്പൊ കൈറ്റ് പുറത്തിറക്കിയ ചോദ്യപേപ്പർ സുരക്ഷാ ആപ്ലിക്കേഷൻ ഏതാണ്? കൈറ്റ് ക്യൂ ട്രാക്ക് ആണ്. അടുത്ത ചോദ്യം, മരണാനന്തര അവയവദാനത്തിൽ മുന്നിലുള്ള ഇന്ത്യൻ സംസ്ഥാനം. മരണാനന്തര അവയവദാനത്തിൽ മുന്നിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് കേട്ടോ. പഠിച്ചു വെക്കണം. ആൻസർ തമിഴ്നാടാണ്. അപ്പോൾ മരണാനന്തര അവയവദാനത്തിൽ മുന്നിലുള്ള സംസ്ഥാനം തമിഴ്നാട്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ കാര്യം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ടെലഗ്രാമിലും വാട്സാപ്പിലുമായിട്ട് ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു മാസത്തിന് മുകളിലായിട്ടുണ്ട് ആ ബാച്ച്. പക്ഷേ നമ്മൾ ടെലഗ്രാമിലാണ് ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നതെങ്കിലും നമ്മൾ വാട്സപ്പിൽ നോട്ട്സും മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പം ഈ ഒരു നിങ്ങൾ ഇതുവരെ എടുത്ത ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. റെക്കോർഡർ സെക്ഷനാണ്. അതാണ് പറയുന്നത്, ലൈവ് പ്ലസ് റെക്കോർഡർ സെക്ഷനാണ്. നമുക്ക് ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസ്സും ലൈവിന് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡർ സെക്ഷനായിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുവരെ എടുത്ത ക്ലാസ്സുകളെല്ലാം റെക്കോർഡറാണ്. റെക്കോർഡറായിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ PDF നോട്ട്സ്, നമ്മൾ എടുക്കുന്ന എല്ലാ കറണ്ട് അഫയേഴ്സിനും PDF നോട്ട്സ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ലഭിക്കുന്നതായിരിക്കും. അതായത് ടോപ്പിക് വൈസ് ആയിട്ടുള്ള നോട്ട്സും പിന്നെ 2025 ജനുവരി മുതൽ 2026 കഴിഞ്ഞ മെയ് മാസം വരെയുള്ള എല്ലാ മന്ത്ലി കറണ്ട് അഫയേഴ്സിന്റെ നോട്ടും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ അവൈലബിൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അത് മോക്ക് ടെസ്റ്റ് ആയിട്ടാണ്, ടെലഗ്രാമിൽ മോക്ക് ടെസ്റ്റ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്യാറുള്ളത്. പിന്നെ റിവിഷൻ ഓറിയന്റഡ് ആയിട്ടാണ് ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ ടോപ്പിക് വൈസ് ആയിട്ടും പിന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സുമായിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പിന്നെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VFA എക്സാം വരെയാണ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാം വരെ ആയിരിക്കും ഈ ഒരു ബാച്ചിന്റെ ഡ്യൂറേഷൻ വരുന്നത്. വെറും 200 രൂപ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഈ 200 രൂപയ്ക്ക് നിങ്ങൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ഇതിനൊരു ഗുണം കിട്ടുന്നതായിരിക്കും. കാരണം ഇനി അടുത്ത വരുന്ന നമ്മുടെ LDC 2027 എക്സാംസിനും ഈ ഒരു 2025 മുതലുള്ള കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് പക്കയാക്കി വെക്കാൻ സാധിക്കുന്നതാണ്. എല്ലാ നോട്ട്സും റെക്കോർഡ് സെക്ഷൻ ക്ലാസ്സും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആക്കി നമ്മൾ തരുന്നതാണ്. അപ്പം ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇത് ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു 81 299 339 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞു തരാം. എന്തായാലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആകുന്ന ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് ആയിരിക്കും. ഇനി വരുന്ന പരീക്ഷകൾക്ക് 10ഉം 20ഉം മാർക്കുകളൊക്കെയാണ് കറണ്ട് അഫയേഴ്സ് വരുന്നത്. ആ മാർക്ക് നമ്മൾ നല്ല രീതിയിൽ ടോപ്പിക്കായിട്ട് നമ്മൾ റെഗുലറായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ ആ മാർക്ക് മുഴുവനും സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, കൊല്ലം ജില്ലയിൽ നടപ്പിലാക്കുന്ന കുട്ടികളുടെ കാഴ്ച പരിശോധനാ പദ്ധതി ഏതാണ്? എന്നാണ് കൊല്ലം ജില്ലയിൽ നടപ്പിലാക്കുന്ന കുട്ടികളുടെ കാഴ്ച പരിശോധന പദ്ധതിയാണ്. ഏതാണ് കാഴ്ച പരിശോധന പദ്ധതി? ദൃഷ്ടിയാണ് കേട്ടോ. ഓപ്ഷൻ ബി ദൃഷ്ടിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ദൃഷ്ടി പദ്ധതിയാണ്. അപ്പോൾ പഠിച്ചു വെക്കണം. കൊല്ലം ജില്ലയിൽ നടപ്പിലാക്കുന്ന കുട്ടികളുടെ കാഴ്ച പരിശോധന ഉണ്ട്. കുട്ടികളുടെ കാഴ്ച പരിശോധന പദ്ധതിയാണ് ദൃഷ്ടി പദ്ധതി കേട്ടോ. ദൃഷ്ടി പദ്ധതി. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ നാവികസേന റഷ്യയിൽ നിന്ന് വാങ്ങുന്ന മിസൈൽ ഏതാണ്? ഇന്ത്യൻ നാവികസേന റഷ്യയിൽ നിന്ന് വാങ്ങുന്ന മിസൈൽ ഏതാണ് എന്നാണ് ചോദിച്ചത്. ഏതാണ് ആൻസർ? ഷീൽ മിസൈൽ ആണ് കേട്ടോ. ഷീൽ മിസൈൽ പഠിച്ചു വെക്കണം. ഇന്ത്യൻ നാവികസേന റഷ്യയിൽ നിന്ന് വാങ്ങുന്ന മിസൈലാണ് ഷീൽ മിസൈൽ. ഷീൽ മിസൈൽ. അടുത്ത ചോദ്യം, ICC വനിതാ ഏകദിന റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തിയ ബാറ്റർ ആരാണ്? ICC വനിതാ ഏകദിന റാങ്കിങ്ങിൽ 1ാം സ്ഥാനത്തെത്തിയ ബാറ്റർ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്മൃതി മന്ദാനയാണ് കേട്ടോ. സ്മൃതി മന്ദാന.
ലോറസ് പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ ടീം ഏതാണ്? ലോറസ് പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഇന്ത്യൻ ടീം ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമാണ് കേട്ടോ. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമാണ് കേട്ടോ. യെസ്, ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമാണ് കേട്ടോ വരുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 93ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ഇന്ത്യയുടെ 93ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആരവ് ഡേംഗ്ലെയാണ് കേട്ടോ. ആരവ് ഡേംഗ്ലെയാണ്. അപ്പൊ ഇന്ത്യയുടെ 93ാമത് ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ആരവ് ഡേംഗ്ലെയാണ്. ഇനി ഹോർമൂസ് കടലിടുക്ക് പ്രധാനമായും ഏത് രാജ്യങ്ങൾക്കിടയിലാണ്? ഹോർമൂസ് കടലിടുക്ക് പ്രധാനമായും ഏത് രാജ്യങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇറാനും ഒമാനും ഇടയിലാണ് കേട്ടോ. പഠിച്ചു നോക്കണം. നമുക്കറിയാം ഹോർമൂസ് കടലിടുക്ക് വളരെയധികം വാർത്തകളിൽ ഇടം നേടിയ ഒരു കടലിടുക്കാണ്. അല്ല, ഈ ഒരു അടുത്തിടെ നടന്ന വാർത്തകൾ എപ്പോഴും പറയുന്നൊരു പേരായിരുന്നു ഹോർമൂസ് കടലിടുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലിടുക്ക് പ്രധാനമായും ഏത് രാജ്യങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യം ഇനി വരുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഏത് രാജ്യങ്ങൾക്കിടയിലാണ് ഹോർമൂസ് കടലിടുക്ക് സ്ഥിതി ചെയ്യുന്നത്? ഇറാനും ഒമാനും ഇടയിലാണ് കേട്ടോ. അപ്പം പ്രധാനമായും ഇറാനും ഒമാനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇറാൻ, ഒമാൻ, UAE എന്നിവയ്ക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഇറാനും ഒമാനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, 2027 ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗ്യ ചിഹ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രഗതി, വികാസ് എന്നിവയാണ് കേട്ടോ. അപ്പം 2027 ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗ്യ ചിഹ്നങ്ങൾ പ്രഗതി, വികാസ് ആണ് കേട്ടോ. പ്രഗതിയും വികാസുമാണ്. നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായാണ് ഇത് പ്രഖ്യാപിച്ചത് കേട്ടോ. ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗ്യ ചിഹ്നങ്ങൾ പ്രഗതി, വികാസ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം, 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് ആൻസർ ഓപ്ഷൻ ബി ആണ്, മേതിൽ രാധാകൃഷ്ണനാണ് കേട്ടോ. 2025 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവാണ് മേതിൽ രാധാകൃഷ്ണൻ. അടുത്ത ചോദ്യം, 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? 16, നോട്ട് ചെയ്തോണേ, 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയാണ് കേട്ടോ. കർണാടകയാണ് കേട്ടോ. പഠിച്ചു നോക്കണേ, കർണാടകയാണ്. അപ്പൊ എന്താണ്? 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ്. അപ്പൊ കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? DK ശിവകുമാറാണ് കർണാടകയുടെ പുതിയ മുഖ്യമന്ത്രി. ഇനി അടുത്ത ചോദ്യം നോക്കാം. ബെസ്റ്റ് എയർപോർട്ട് അറ്റ് അറൈവൽ പുരസ്കാരം നേടിയ ഇന്ത്യൻ വിമാനത്താവളം ഏതാണ്? എന്താണ്? ബെസ്റ്റ് എയർപോർട്ട് അറ്റ് അറൈവൽ പുരസ്കാരം നേടിയ ഇന്ത്യൻ വിമാനത്താവളം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കെമ്പേഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം ബംഗളൂരുവാണ് കേട്ടോ. കെമ്പേഗൌഡ അന്താരാഷ്ട്ര വിമാനത്താവളം ബംഗളൂരുവാണ് ബെസ്റ്റ് എയർപോർട്ട് അറ്റ് അറൈവൽ പുരസ്കാരം നേടിയത്. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യ 6G സഹകരണത്തിനായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം. ഇന്ത്യ 6G സഹകരണത്തിനായിട്ട് ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫിൻലൻഡ് ആണ് കേട്ടോ. പഠിച്ചു നോക്കണം, ഫിൻലൻഡ് ആണ്. നമ്മുടെ ആഗോള സന്തോഷ സൂചികയിൽ 1ാം സ്ഥാനത്ത് വന്ന രാജ്യമാണ് ഫിൻലൻഡ് കേട്ടോ. പഠിച്ചു നോക്കണം, ഇന്ത്യ 6G കേട്ടോ. ഇന്ത്യ 6G സഹകരണത്തിനായി ധാരണാപത്രം ഒപ്പുവെച്ച രാജ്യം ഫിൻലൻഡ് ആണ്. അടുത്ത ചോദ്യം, കുടുംബശ്രീയുടെ പുതിയ സുശക്തി മിഷൻ ലക്ഷ്യമിടുന്നത് ആരെയാണ് കേട്ടോ? കുടുംബശ്രീയുടെ പുതിയ സുശക്തി മിഷൻ ലക്ഷ്യമിടുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഭിന്നശേഷിക്കാരെയാണ് ലക്ഷ്യമിടുന്നത്. പഠിച്ചു നോക്കണം, കുടുംബശ്രീയുടെ പുതിയ സുശക്തി മിഷൻ ലക്ഷ്യമിടുന്നത് ആരെയാണ്? ഭിന്നശേഷിക്കാരെയാണ് ലക്ഷ്യമിടുന്നത്. ഇനി അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കടൽ പാലം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ പാലം കേട്ടോ. കായൽ പാലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പെരുമ്പളം പാലമാണ്. ഈ അടുത്തിടെയാണ് ഉദ്ഘാടനം ചെയ്തത്. പെരുമ്പളം പാലം സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ ജില്ലയാണ് കേട്ടോ. പഠിച്ചു നോക്കണം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ പാലം പെരുമ്പളം പാലമാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം, സെബി പുറത്തിറക്കിയ AI ടൂളിന്റെ പേരെന്താണ്? സെബി പുറത്തിറക്കിയ AI ടൂളിന്റെ പേരെന്താണ്? സുദർശൻ എന്നാണ് കേട്ടോ. അപ്പൊ സെബി പുറത്തിറക്കിയ AI ടൂളിന്റെ പേരാണ് സുദർശൻ. ഇന്ത്യയിലെ ആദ്യ ഗ്രാഫീൻ അധിഷ്ഠിത സമ്മേളനവേദി എവിടെയാണ്? കൊച്ചിയിലാണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ ബി, കൊച്ചിയാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ ഗ്രാഫീൻ അധിഷ്ഠിത സമ്മേളനവേദി എവിടെയായിരുന്നു? കൊച്ചിയിലായിരുന്നു കേട്ടോ.
കേരള കൃഷി വകുപ്പിന്റെ അഗ്രി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എയിംസ് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പൊ കേരള കൃഷി വകുപ്പിന്റെ അഗ്രി ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സംയോജിത സേവന പോർട്ടലാണ് കേട്ടോ. സംയോജിത സേവന പോർട്ടലാണ്. വനിതാ ജീവനക്കാരുടെ സുരക്ഷയ്ക്കായി ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ. വനിതാ ജീവനക്കാരുടെ സുരക്ഷയ്ക്കായി അടുത്തിടെ ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ഏതാണ്? ഷൈൻ ആപ്പാണ് കേട്ടോ. ഓപ്ഷൻ ബി ഷൈൻ ആപ്പാണ്. ഫ്ലിപ്കാർട്ട് ഔദ്യോഗികമായി ആസ്ഥാനം മാറ്റിയത് ഏത് രാജ്യത്ത് നിന്നാണ്? പരീക്ഷയ്ക്ക് ചോദിക്കാം. അടുത്തിടെ ഫ്ലിപ്കാർട്ട് ഔദ്യോഗികമായി ആസ്ഥാനം മാറ്റിയത് ഏതു രാജ്യത്ത് നിന്നാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സിംഗപ്പൂരിൽ നിന്നാണ് മാറ്റിയത് കേട്ടോ. സിംഗപ്പൂർ. 2026 ബ്രോഡ്ബാൻഡ് ടെലികോം കമ്പനി ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത്. 2026 ബ്രോഡ്ബാൻഡ് ടെലികോം കമ്പനി ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ആൻസർ ഓപ്ഷൻ സി ആണ്, കെ ഫോണിനാണ് കേട്ടോ. നമ്മുടെ കെ ഫോണിനാണ്. പഠിച്ചു വെക്കണം. 2026 ബ്രോഡ്ബാൻഡ് ടെലികോം കമ്പനി ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് കെ ഫോണിനാണ്. അപ്പൊ കെ ഫോണിന്റെ ഭാഗ്യചിഹ്നം എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. കെ ഫോണിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? ഫിബോ എന്ന കടുവയാണ് കേട്ടോ. ഫിബോ എന്ന കടുവയാണ്. അപ്പം ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ഒരു സെറ്റ് ഓഫ് ചോദ്യങ്ങൾ ഇട്ടത്. അപ്പോൾ ഇങ്ങനെ ക്ലാസ്സുകൾ എടുക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ടോ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ് കണ്ട എല്ലാവർക്കും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇനിയും വേണമെന്നുള്ളത്, മോക്ക് ടെസ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണമെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. അപ്പം ക്ലാസ് ഈ ഒരു മോക്ക് ടെസ്റ്റിന്റെ ക്ലാസ് അവസാനം വരെ കണ്ട എല്ലാവർക്കും താങ്ക് യു.